എന്റെ പോലെ ബിലോ 10 years എത്ര കുട്ടികളുണ്ടെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ താലപ്പൊലിക്ക് ആൾക്കാർ റെഡിയാണോ അല്ലയോ എന്നുള്ളത്. കൂപ്പൺ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. പിന്നെന്തായിരുന്നു, കൾച്ചറൽ ഇവന്റ്സിന് കൾച്ചറൽ ആക്ടിവിറ്റിക്ക് എന്തൊക്കെ പ്രോഗ്രാമാണ് തരാന്നുള്ളത്. താലപ്പൊലിക്ക് ആൾക്കാർ എത്രയാണോ റെഡിയോ എന്നുള്ളത് നോക്കാം. ഡ്രസ് കോഡ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. പെണ്ണുങ്ങളാണെങ്കിൽ സാരി, കേരള സാരി, ആണുങ്ങളാണെങ്കിൽ മുണ്ടും ഷർട്ടും. ഓക്കെ, എത്ര ഉള്ളു. അപ്പൊ ഈ കൂപ്പൺ കൊടുക്കുന്ന ഡിവിഷൻ റെപ്രസെന്റേറ്റീവ്സ് സൈൻ ചെയ്തതിനു ശേഷം മാത്രം ഇഷ്യൂ ചെയ്യാം. കൂപ്പൺ പേരും അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള ഡീറ്റെയിൽസ് കൗണ്ടർ ഫോയിലിൽ മസ്റ്റ് ആയിട്ട് എഴുതാം. കാരണം നമ്മൾ ഓക്കെ അതില്ല, കൂപ്പൺ നിർബന്ധമായിട്ട് കൊണ്ടുവരാം. കൂപ്പൺ നിർബന്ധമായിട്ട് കൊണ്ടുവരാം. ഗസ്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ചെറിയൊരു കൺട്രോള് ഉണ്ടാവും, സെൽഫ് കൺട്രോള് ഉണ്ടാവും. നമുക്ക് ആൾക്കാർ ഇപ്പൊ ഇപ്പോഴേ കൂടുതലാണ്, അപ്പോൾ ഒരു ലിമിറ്റ് ചെയ്യാം. പുറത്തുനിന്നുള്ളവരെ ഒരു ലിമിറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ല അത്ര ഒമ്പത് മണിയാണ്. 9 മണിയാണ് ടൈം വെച്ചേക്കണേ. നമ്മള് കുറച്ചധികം ആൾക്കാർ തന്നെ 7 മണിക്ക് അവിടെ എത്തിയിരിക്കണം. കുറച്ചധികം ആൾക്കാർ 7 മണിക്ക്, കുറച്ചധികം ആൾക്കാർ തലേ ദിവസം രാത്രിയും. അപ്പം കാരണം അതിന്റെ ബാക്കി പരിപാടികൾ ചെയർ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യേണ്ടതാണ്. അപ്പൊ നല്ല പണിയാണ്.